ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കുക. തന്റെ കൃത്യസമയത്ത് തന്റെ അത്ഭുതങ്ങൾ ചെയ്യാൻ കർത്താവിനെ അനുവദിക്കുക. പൂർണ്ണമായ ജീവചരിത്രം വേദപുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ള ചുരുക്കം ചില കഥാപാത്രങ്ങളിൽ ഒരാളാണ് മോശ. മോശയുടെ ജീവിതത്തെ 40 വർഷത്തെ കാലഘട്ടങ്ങളായി വിഭജിക്കാം. ഫറവോന്റെ കൊട്ടാരത്തിലെ 40 വർഷം, 2 മിദ്യാനിലെ 40 വർഷം, കൂടാതെ 3ാമത് 40 വർഷം മരുഭൂമി. മിദ്യാനിലെ മോശയുടെ കാലത്തിന്റെ അവസാനം ദൈവം മോശയെ വിളിക്കുകയും ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ നിയോഗിക്കുകയും ചെയ്തു. ഈ വിളിയോടുള്ള മോശയുടെ ആദ്യ പ്രതികരണം ഒന്നിനു പുറകെ ഒന്നായി ഒഴിവ് പറയുക എന്നതായിരുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 27-28. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മപ്പെടുത്തുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായ ഏതുമില്ലാത്തവരെ തിരഞ്ഞെടുത്തു. ദൈവം നമ്മെ ഒരുക്കി ഒരു നിർദ്ദിഷ്ട വേലയിലേക്ക് വിളിക്കുമ്പോൾ ഒഴിവുകൾ പറയുന്നത് തികച്ചും അർത്ഥശൂന്യമാണ്. കാരണം ദൈവത്തിന്റെ ഒരു തത്വം തന്റെ വിരൽ വഴി ചൂണ്ടിക്കാണിക്കുന്നിടത്ത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ കർത്താവിന്റെ കൈ തുറക്കപ്പെടും എന്നതാണ്. നമ്മുടെ മുന്നിലുള്ള മഹത്വം നിറഞ്ഞ ദൗത്യകാലത്തിന്റെ വലിപ്പം ഒരിക്കലും പിന്നിലുള്ള നമ്മുടെ ശക്തിയുടെ കാലത്തിലില്ല. ക്രിസ്തുയേശുവിലൂടെ നല്ല ദിവസം ആശംസിക്കുന്നു.